We shall now discuss about power. Power എന്ന് പറഞ്ഞാൽ it is the rate of doing work, or we can say it is the work done in unit time. If delta W work is done in time delta T, then the power, average power equal to delta W by delta T. ഒരു സെക്കൻഡിൽ എത്ര വർക്ക് ചെയ്തു അതിനെയാണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറയുന്നത് dW by dt. ഇനി SI യൂണിറ്റ് ഓഫ് പവർ ഈസ് ഇപ്പോൾ SI യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ ജൂൾ ആണ്, ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് എന്നുള്ള യൂണിറ്റ് ഉപയോഗിക്കാം. ഈ ജൂൾ പെർ സെക്കൻഡിനെ തന്നെയാണ് നമ്മൾ വാട്ട് എന്ന് പറയുന്നത്. ഇൻ ഓണർ ഓഫ് ദ സയൻറ്റിസ്റ്റ് ജെയിംസ് വാട്ട് ഹു ഡിസ്കവേർഡ് സ്റ്റീം എൻജിൻ, ദ SI യൂണിറ്റ് ഓഫ് പവർ ഈസ് നെയിംഡ് ആസ് വാട്ട്. അപ്പോൾ വാട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പവർ ഡെവലപ്ഡ് വെൻ വർക്ക് ഈസ് ഡൺ അറ്റ് ദ റേറ്റ് ഓഫ് 1 ജൂൾ പെർ സെക്കൻഡ്. ഇനി നമ്മൾ സാധാരണ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് ഓഫ് എനർജി കിലോ വാട്ട്. കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1000 വാട്ട്. ഇനി മോട്ടറിൻ്റെ പവറൊക്കെ ഹോഴ്സ് പവറിലാണ് പറയുക. 1 ഹോഴ്സ് പവർ 1 HP എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 746 വാട്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 ഹോഴ്സ് പവർ 1 HP എന്ന് പറയുന്നത് 746 വാട്ടാണ്. Then we can write the dimensions of power, അല്ലേ? Dimension of work. Work done എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. സോ ദ ഡയമെൻഷൻ ഓഫ് പവർ ഈസ് ഈക്വൽ ടു ml സ്ക്വയർ. ഈ ടി എന്നുള്ളത് മുകളിലേക്ക് പോകുമ്പോൾ T⁻⁻1 ആവും. അപ്പോൾ T⁻²ഉം T⁻⁻1ഉം കൂടെ T⁻⁻3 ml സ്ക്വയർ T⁻⁻3. ഇതാണ് ഡയമെൻഷൻ ഓഫ് പവർ. ഇനി വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പവർ ആൻഡ് വെലോസിറ്റി? നമ്മൾ പറഞ്ഞു പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം. ഇനി ഒരു ഫോഴ്സ് F ആണ്. ദാറ്റ് ഫോഴ്സ് ഡിസ്പ്ലേസസ് എ ബോഡി ത്രൂ എ ഡിസ്റ്റൻസ് D ആണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, അല്ലേ? ഫോഴ്സ് F ഡിസ്പ്ലേസസ് എ ബോഡി ത്രൂ എ ഡിസ്റ്റൻസ് D ആണെങ്കിൽ വർക്ക് ഡൺ by that force is F into D by T ചെയ്ത് കഴിഞ്ഞാൽ that is F into V. അപ്പോൾ പവറും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പവർ ഈസ് ഈക്വൽ ടു F into V, where V is the velocity of the body. Now there are different forms of energy. You have studied in lower classes about the different forms of energy. അതിൽ ഒന്ന് ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ദി മോഷൻ ഓഫ് ഇറ്റ്സ് മോളിക്യൂൾസ്. അപ്പോൾ ഈ മോളിക്യൂൾസിന്, മൂവിങ് മോളിക്യൂൾസിന് കൈനറ്റിക് എനർജി ഉണ്ട് അതിൻ്റെ വൈബ്രേഷണൽ മോഷൻ കാരണം. ഓൾസോ ദേ ഹാവ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഇൻറ്റേർണൽ എനർജി. ഈ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ ബോഡി കൂടുമ്പോൾ ആ ബോഡിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നു. അപ്പോൾ നമുക്ക് പറയാം ടെമ്പറേച്ചർ ഈസ് എ മെഷർ ഓഫ് ദി ഇൻറ്റേർണൽ എനർജി ഓഫ് ദ ബോഡി. ആ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദി മോളിക്യൂൾസ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് ദ ബോഡി. അപ്പോൾ ഈ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയും പിന്നെ അതിൻ്റെ ഇൻ്റർമോളിക്കുലാർ അട്രാക്ഷൻ കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജിയും രണ്ടും കൂടെ ആഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് ഇൻറ്റേർണൽ എനർജി. പിന്നെ we know the another form of energy is thermal energy. Thermal energy എന്ന് പറഞ്ഞാൽ ഒരു ബോഡി which is heated, it has thermal energy, അല്ലേ? The energy associated with ഹീറ്റിനെയാണ് നമ്മൾ thermal energy എന്ന് പറയുന്നത്. പിന്നെ ഒരു ഫോം ഓഫ് എനർജിയാണ് കെമിക്കൽ എനർജി. കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി ഓഫ് കെമിക്കൽ ബൈൻഡിങ്. ഓരോ കോമ്പൗണ്ടിലും, ഒരു കെമിക്കൽ കോമ്പൗണ്ടിൽ അതിൻ്റെ ആ കെമിക്കൽ ബോണ്ടിന് അനുസരിച്ച് it has some energy associated with its chemical binding. That energy is called chemical energy. Then there is the electrical energy. Electrical energy or electromagnetic energy. അപ്പോൾ ഈ ഇലക്ട്രിക് ചാർജസ് ഓരോ ബോഡിയിലും ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ കറൻസ് ദേ വിൽ അട്രാക്ട് ഓർ റിപ്പൽ ആൻഡ് ദേ വിൽ എക്സേർട്ട് സം ഫോഴ്സ് ഓൺ ഈച്ച് അതർ. അപ്പോൾ വർക്ക് ഹാസ് ടു ബി ഡൺ ഫോർ ദി റിലേറ്റീവ് മൂവ്മെൻറ്റ് ഓഫ് ചാർജസ് ആൻഡ് ദാറ്റ് വർക്ക് ഈസ് കോൾഡ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. അപ്പോൾ we know the different forms of energy. ഇനി according to Einstein, mass and energy are interconvertible. Mass can be converted into energy and
energy can be converted into mass. അപ്പോൾ energy associated with a mass m is given by Einstein's mass energy equivalence. എന്താണ് mass energy equivalence? E is equal to mc square. അപ്പോൾ mass m is related to energy by this equation. ഇവിടെ c എന്ന് പറയുന്നത് c is the speed of light in vacuum. c is the speed of light. And what is its value? 3 into 10 raised to 8 meter per second. ഇതാണ് സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ മാറ്റർ ആൻഡ് എനർജി, മാറ്ററിനെ കാണിക്കുന്നതാണ് എം അല്ലേ, മാസ്. മാറ്റർ ആൻഡ് എനർജി ആർ ഇൻ്റർ കൺവേർട്ടിബിൾ ആൻഡ് ദിസ് ഇസ് ദ മാസ് എനർജി ഇക്വലൻസ്. എനർജി അസോസിയേറ്റഡ് വിത്ത് മാസ് എം E equal to mc square, where c is the speed of light in vacuum. c is equal to 3 into 10 raised to 8 meter per second. പിന്നെ there is the nuclear energy. Nuclear energy എന്ന് പറയുന്നത് it is associated with the nuclear force which binds the protons and neutrons together in the nucleus. നമുക്കറിയാം nuclear fission and fusion. In both these processes a large amount of energy is released. അവിടെ mass is converted into energy.